ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയെ എല്ലാവരും ചേർന്ന് വഴക്ക് പറയുമ്പോൾ സ്നേഹ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് സേതുമാധവൻ പറയുകയാണ്, മോൾ അതൊന്നും കേട്ട് വിഷമിക്കാൻ നിൽക്കണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ എപ്പോഴും നിന്നോടാണ് കൂടുതൽ ഇഷ്ടവും. നിന്റെ കൂടെ തന്നെ അച്ഛൻ നിൽക്കുകയുമുള്ളൂ. എന്താണെങ്കിലും അതൊന്നും ഓർത്ത് എൻ്റെ മോള് ടെൻഷൻ ആകേണ്ട ഒരു കാര്യവുമില്ല. ഇത് കേൾക്കുന്ന അർച്ചനയ്ക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ അർച്ചന കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ സേതുമാധവൻ സച്ചിയോട് പറയുകയാണ്, സച്ചി, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇതിനൊക്കെ ഒരു അവസാനം ഞാൻ തന്നെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഞാനതെല്ലാവരോടും പറയുകയും ചെയ്യും. അതോടെ ഇവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നോളും. ഇത് കേൾക്കുന്ന സച്ചിയും സമാധാനത്തോടെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും അനഘയുമാണ്. സച്ചി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. സച്ചേട്ടൻ കൊതുകുവല വാങ്ങിയില്ലായിരുന്നല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ അത് താൻ പറഞ്ഞില്ലല്ലോ എന്ന് സച്ചിയും പറയുന്നു. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, ചേച്ചി വിഷമിക്കണ്ട, അവിടെ മുറിയിലെ ഒരെണ്ണം കൂടി എക്സ്ട്രാ ഇരിപ്പുണ്ട്, ഞാനത് കൊണ്ട് തരാം. അത് പറഞ്ഞുകൊണ്ട് ആതിര മുറിയിലേക്ക് പോവുകയും കൊതുകുവല എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. ചെറിയമ്മയുടെ വക ആദ്യത്തെ സമ്മാനമായിട്ട് ഇത് തന്നെ ഇരിക്കട്ടെ എന്ന് സന്തോഷത്തോടെ പറയുകയാണ് ആതിര. നമ്മുടെ രണ്ടുപേരുടെയും കുഞ്ഞുങ്ങൾ ഒരുമിച്ച് തന്നെ വളരണം ചേച്ചി. എൻ്റെയെന്നോ ചേച്ചിയുടേതെന്നോ വ്യത്യാസമില്ലാതെ രണ്ടുപേരും ഇവിടെയൊക്കെ ഓടി നടക്കുകയും വേണമെന്നൊക്കെ ആതിര പറയുമ്പോൾ ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതേസമയം നന്ദനും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഞാനും മേടിച്ചിട്ടുണ്ട്, എന്തൊക്കെ വേണമെന്ന് എനിക്കറിയില്ലായിരുന്നെന്ന് പറഞ്ഞ് നന്ദൻ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അർച്ചന കുഞ്ഞിനെ നന്ദന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. നന്ദൻ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ അനഘ പറയുകയാണ്, സച്ചേട്ടൻ്റെയും സന്ദീപിൻ്റെയും കുഞ്ഞുങ്ങളെ മാത്രം ലാളിച്ചാൽ മതിയോ? നന്ദേട്ടന് വേണ്ടേ ഒരു കുഞ്ഞ്? ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, അതിന് സന്ദീപിൻ്റെയും സച്ചിയുടെയും ഭാര്യയല്ലല്ലോ എൻ്റെ ഭാര്യ. ഇത് കേൾക്കുന്ന എല്ലാവരും വിഷമത്തോടെ നന്ദനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്നേഹയാണ്. നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ദേഷ്യത്തോടെ സ്നേഹ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവന്തിക. എന്താണെങ്കിലും നിന്റെ കാര്യം വലിയ കഷ്ടം തന്നെയാ സ്നേഹേ. നെല്ലിശ്ശേരി ഒരു ദുരന്തത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ ആർക്കും വേണ്ടതാനും, പകരം ഡ്രൈവറുടെ കുഞ്ഞിനെയാ എല്ലാവർക്കും കാര്യം. വലിയ കഷ്ടം തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക നിൽക്കുമ്പോൾ അത് എൻ്റെ അച്ഛൻ മാത്രമല്ലല്ലോ, എൻ്റെ ഏട്ടന്മാരും അങ്ങനെ തന്നെയല്ലേ പറയുന്നതെന്ന് ദേഷ്യത്തോടെ സ്നേഹ പറയുന്നു. നിങ്ങളുടെ കുഞ്ഞിനാണ് അച്ഛൻ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരുന്നതെങ്കിൽ ഞാനത് സന്തോഷത്തോടെ തന്നെ കണ്ടേനെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. നിന്റെ ഏട്ടൻ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാ സ്നേഹയെന്ന് അവന്തിക പറയുന്നു. ഇനി ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ആ കുഞ്ഞിനെ അങ്ങ് കൊല്ലണം. അല്ലാതെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് അവന്തിക പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് സ്നേഹ. തുടർന്ന് അവന്തിക അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അങ്ങോട്ടേക്ക് ശിവരാമൻ വരുന്നതാണ്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് ശിവരാമൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അർച്ചനയും. രാത്രി വീട്ടിൽ കയറി അനാവശ്യം പറയുന്നു, ഇറങ്ങിപ്പോടോ എന്ന് അവന്തിക പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയുമെന്ന് ശിവരാമൻ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. ഈശ്വര, ഇയാൾ ഇതെന്തൊക്കെയാ പറയുന്നത്? ഇയാൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞാൽ പെടാൻ പോകുന്നത് ഞാനായിരിക്കുമെന്ന് ടെൻഷനോടെ പറയുകയാണ് അവന്തിക. നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ, പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരാൻ. തുടർന്ന് അർച്ചനയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവന്തിക ശിവരാമന് നൽകുമ്പോൾ ശിവരാമൻ പറയുകയാണ്, ഇതല്ല എൻ്റെ കുഞ്ഞ്, എനിക്ക് എൻ്റെ കുഞ്ഞിനെയാണ് വേണ്ടത്. അതേസമയം എന്താ ചേച്ചി, എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ആതിര കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് വരികയാണ്. അതാണ് എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നെ തന്നേക്കാൻ ശിവരാമൻ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നതെന്ന് അർച്ചന ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ശിവരാമൻ പറയുകയാണ്, കുഞ്ഞിനെ ഇവരാണ് മാറ്റിയത്, എല്ലാത്തിനും കാരണക്കാരി ഇവരാണ്. ഇവർ കാരണമാണ് എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടമായത്. എൻ്റെ ഭാര്യയെ ഞാൻ തന്നെയാണ് വിഷം കൊടുത്ത് കൊന്നത്. കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ ശിവരാമനെ നോക്കുകയാണ്. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ നന്ദൻ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ശിവരാമൻ. ശിവരാമൻ ആതിരയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അർച്ചന കുഞ്ഞിനെ ആതിരയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് അവന്തികയുടെ കഴുത്തിനെ പിടിച്ചുകൊണ്ട് നന്ദൻ പറയുകയാണ്, നീ ഇനി ജീവിക്കണ്ട, നിന്നെ കൊല്ലുന്നത് ഞാൻ തന്നെയാ എന്ന് തന്നെ അവന്തിക സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവന്തിക ടെൻഷനോടെ ധനുഷിനെ വിളിക്കുന്നു. ധനുഷ്, നീ എവിടെയാ? എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കാണണമെന്ന് അവന്തിക പറയുന്നു. പെട്ടെന്ന് തന്നെ നന്ദൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. നീ ആരെയും ഇപ്പോൾ കാണാൻ പോകുന്നതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. അത് പിന്നെ ഒരു ഫ്രണ്ടിനെ. അത് നിനക്ക് പാതിരാത്രി തന്നെ വിളിച്ചു പറയണോ? നിന്റെ മുഖം എന്താകെ വല്ലാതിരിക്കുന്നത്?
ഭാര്യയുടെ ഫോൺ പരിശോധിക്കുന്ന ഒരു ചീപ്പ് ഭർത്താവാകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് നന്ദൻ പറയുമ്പോൾ ഇല്ലാതെ നിൽക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.